വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവാനുഗ്രഹത്തിനായി നാം ക്ഷമിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന വേദഭാഗമാണ്. വിശുദ്ധ മർക്കോസ് ലീഹായുടെ സുവിശേഷം 11-ാം അധ്യായം 24-25 തിരുവചനങ്ങൾ. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ. അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. ദൈവാനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളുടെ സ്വാർത്ഥത, അഹങ്കാരം, വെറുപ്പ്, വിദ്വേഷം, അസൂയ, വൈരാഗ്യം, മുൻകോപം, ആസക്തികൾ, ദുശ്ചിന്തകൾ, നിരാശ, അപകർഷതാബോധം, മറ്റുള്ളവരെ വിധിക്കുന്ന പ്രവണത, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ, പ്രാർത്ഥനയിലുള്ള ശുഷ്കാന്തി കുറവ്, തഴക്കദോഷങ്ങൾ തുടങ്ങി ഞങ്ങളുടെ എല്ലാ ബലഹീനതകളെയും ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെയും കടങ്ങളുടെയും കറ കഴുകി ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നിർമ്മലമായ ഒരു ഹൃദയം നൽകി അവിടുത്തെ അനുഗ്രഹവർഷം ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും ചൊരിയണമേ. ആമേൻ.